നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ലാലിഗയിൽ ഒരു മികച്ച തുടക്കമുണ്ടാക്കിയെടുക്കാൻ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. ആകെ കളിച്ച 7 മത്സരങ്ങളിൽ 5 വിജയവും 2 സമനിലയുമായി ആകെ 17 പോയിൻ്റാണ് അവരുടെ സമ്പാദ്യം. പോയിൻ്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. 7 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകളാണ് അവർ ആകെ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അതിൽ 5 ഗോളുകളും പെനാൽറ്റിയിലൂടെയായിരുന്നു. റയൽ മാഡ്രിഡിന് കൂടുതൽ പെനാൽറ്റികൾ ലഭിക്കുന്നതിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് അവർക്കിപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കഴിഞ്ഞ എസ്പെനോളിനെതിരെയുള്ള മത്സരത്തിൽ എൻറിക്കിനെ വീഴ്ത്തിയതിനെ തുടർന്ന് റയലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. പക്ഷെ അത് അർഹിച്ച പെനാൽറ്റി അല്ല എന്ന് പലരും ആരോപിച്ചിരുന്നു. ലാലിഗ റയൽ മാഡ്രിഡിന് അനർഹമായ പെനാൽറ്റികൾ പലപ്പോഴും നൽകുന്നു എന്ന ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമാണ്. ഇതിനിടെ റയലിനെ ട്രോളിക്കൊണ്ട് മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായ വലൻസിയ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ സ്റ്റോറിൽ ഒരു മുന്നറിയിപ്പ് ബോർഡാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ശ്രദ്ധിക്കുക, തറയിൽ വഴുക്കലുണ്ട്, നിങ്ങൾ വീണ് കഴിഞ്ഞാൽ പെനാൽറ്റി ലഭിക്കുക റയലിനായിരിക്കും. ഇതാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് റയലിന് ഇങ്ങനെ ഒരുപാട് പെനാൽറ്റികൾ ലഭിക്കുന്നതിനെ പരിഹസിക്കുകയാണ് ഇതിലൂടെ അവർ ചെയ്തിട്ടുള്ളത്. നിസ്സാര കാരണങ്ങൾക്ക് പോലും റയലിന് പെനാൽറ്റികൾ ലഭിക്കുന്നു എന്നാണ് പല എതിർ ആരാധകരും ഇപ്പോൾ ആരോപിക്കുന്നത്. ആകെ ലഭിച്ച 5 പെനാൽറ്റികളിൽ 3 പെനാൽറ്റിയും എടുത്തത് സൂപ്പർ താരം കിലിയൻ എംബപ്പയാണ്. 2 പെനാൽറ്റികൾ വിനീഷ്യസ് ജൂനിയർ എടുക്കുകയും ചെയ്തു. ലീഗിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ ലഭിച്ചിട്ടുള്ളത് റയലിന് തന്നെയാണ്. പിന്നീടാണ് FC ബാഴ്സലോണയൊക്കെ വരുന്നത്. ബാഴ്സക്ക് 2 പെനാൽറ്റികളാണ് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ലീഗ് മത്സരത്തിൽ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടുക. വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.